പറഞ്ഞെന്ന് ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. അമ്മേ, പെട്ടെന്നൊരു ആവശ്യം വന്നപ്പോ രാജുവിന്റെ ബൈക്ക് വാങ്ങി ജയേട്ടനൊന്ന് പുറത്തുപോയി. എന്നിട്ട് പുറത്തു വെച്ച് പെട്ടെന്നൊരു അത്യാവശ്യം വന്നപ്പോ ചെറുതായിട്ട് ഞാൻ ബൈക്ക് ഒന്ന് വിറ്റ്. അത് സ്വാഭാവികം. സ്വാഭാവികോ? കണ്ടില്ലേ, ചെറുതായിട്ട് ബൈക്ക് വിറ്റുന്ന്. അത് പിന്നെ മനുഷ്യന് ആവശ്യം വന്നാ ബൈക്ക് എന്നല്ല കാറായാലും വിറ്റുപോകും. ജേട്ടൻ വിറ്റെന്ന് പറഞ്ഞ ബൈക്കല്ലേ ഇവിടെ ഇരിക്കുന്നേ? ശരിയാണല്ലോ. ജയം ബൈക്ക് ഏതോ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി വിറ്റതാ. ആ വഴി പോയ ഋതിക മോളത് കണ്ടു. മോള് ആ കാശ് കൊടുത്ത് ബൈക്ക് തിരികെ വാങ്ങിച്ചോണ്ട് വന്നു. ഓ, അത് ശരി. അങ്ങനെ രാജുവിന്റെ വീട്ടുകാരുടെ മുൻപില് ഇവളങ്ങ് ത്യാഗി നല്ലവളുമായി. ഋതിക മാഡം ചെയ്തത് വലിയ കാര്യം തന്നെയാ. ഞങ്ങള് മാഡത്തോട് എങ്ങനെ നന്ദി പറയണമെന്ന് ആലോചിക്കുക. നന്ദി മാഡം. എന്താ അങ്ങളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനങ്ങനെ വലിയ കാര്യമൊന്നും ചെയ്തില്ല. രാജു ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന ഉപകാരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ഇതൊരു ചെറിയ കാര്യമല്ലേ മാഡം? എടേ, ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ കേട്ടിട്ടില്ലേ? അതായത് ഞാനെന്നാ ഇറങ്ങ, എനിക്ക് അത്യാവശ്യമുണ്ട്. മോളെ, അങ്ങനെയൊന്നും പോവാൻ പറ്റില്ല. മോൾ അകത്തേക്ക് വാ, കുറച്ച് വെള്ളമെങ്കിലും കുടിച്ചിട്ട് പോ. പക്ഷേ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും വീണ്ടും സംസാരിക്കാതിരിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് വിഷമമുണ്ട് കേട്ടാ. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാവരുതെന്നാ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. ഞാനും അങ്ങനെ തന്നെ ആഗ്രഹിച്ചിരുന്നത് ശീല. പക്ഷേ അവളുടെ പെരുമാറ്റവും അവൾ ചേച്ചിയോട് സംസാരിച്ച രീതിയും ഒട്ടും ശരിയായില്ല. എനിക്ക് ശരിയല്ലാന്ന് തോന്നുന്ന ഒരു കാര്യം ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. അമ്മേ, അവര് ചെന്ന് സംസാരിച്ചിട്ടും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. ഇനിയിപ്പോ ആര് വിചാരിച്ച പിണക്കം തീരും? മോനെ, ഈ പിണക്കം തീരണമെങ്കിൽ ഈ അംബിക വിചാരിക്കണം. എടാ, നിനക്കൊരു കാര്യം അറിയൂ? ചെറുപ്പം മുതലേ പ്രതാപനെ ഈ കൈക്കുമ്പിളി വെച്ച് നോക്കിക്കൊണ്ട് നടന്നതേ വെറുതെ അല്ല. ഭാവിയെക്കുറിച്ചേ എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തേ. അന്ന് ഞാൻ അവനെ കൊടുത്ത കെയറും സ്നേഹവും അതെല്ലാമാ ഇന്ന് അവൻ എനിക്ക് തിരിച്ചു തരുന്നത്. അങ്ങോട്ട് കൊടുത്ത സ്നേഹമേ എന്റെ വെറും ഷോ ആയിരുന്നെങ്കിലും ഇങ്ങോട്ട് അവൻ തരുന്ന സ്നേഹം ആത്മാർത്ഥമായതാ. അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ അതിനെ അംബിക തന്നെ വിചാരിക്കണം. അല്ലാതെ ഒന്നും നടക്കില്ലടാ. ഋതികയെ അംബികയോട് ദേഷ്യപ്പെട്ട അതിന്റെ ഇരട്ടി പവറിൽ ഞാൻ അങ്ങോട്ട് തിരിച്ചു കൊടുക്കും. ഇതിപ്പോ ചെറിയൊരു ടെസ്റ്റ് ഡോസ് ആയിട്ട് കൂട്ടിയാ മതി. അല്ല, ഇതില് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടുമില്ല. അപ്പോ ഞാൻ ചെയ്താ എന്തായിരിക്കുമെന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. അത് പിന്നെ എനിക്കറിയില്ല അമ്മേ. അമ്മ പൊളിയല്ലേ. അല്ല ഏട്ടാ, ഏട്ടന് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചൂടെ? നമ്മുടെ എല്ലാവരുടെയും കുട്ടിയല്ലേ ഋതിക. ആലോചിക്കുക ഒന്നുമില്ല അമ്മേ.
എന്റെ തീരുമാനങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവണമെങ്കിൽ അത് ഞാൻ തന്നെ തീരുമാനിക്കണം. ഇങ്ങതാ മേഡം. ഇവിടെ പോയി. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ സാർ. താങ്ക് യു സർ. സാറിന് എന്നോട് സ്നേഹവും വാത്സല്യവും ഒന്നുമില്ലെങ്കിലും എന്റെ പേരില് ഒരു സമ്പത്തുണ്ടാകണമെന്ന് കരുതി ചെറുപ്പത്തിൽ എന്റെ പേരില് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാൻ കാണിച്ച ഈ മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട്. ശരിയമ്മേ.